നമസ്കാരം, കമ്മത്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ മാർച്ച് 2020 ഇന്ന് നടന്ന മാത്സ് എക്സാമിൻ്റെ ആൻസർ കീയും അതിൻ്റെ ഒരു അവലോകനവുമാണ്. വീഡിയോയിലേക്ക് സ്വാഗതം. പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങൾ 1 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾ 3 മാർക്കിനുള്ളതായിരുന്നു. അതിൽ 6 എഴുതണം. അതുപോലെ തന്നെ 9 മുതൽ 16 വരെയുള്ള ചോദ്യങ്ങൾ 4 മാർക്കിൻ്റെ, അതിൽ ഏതെങ്കിലും 6 എഴുതണം. 17 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 3 എഴുതണം. അത് 6 മാർക്ക് വീതം. ഇങ്ങനെയായിരുന്നു ചോദ്യങ്ങൾ. ആകെ 20 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. സമയം 2 മണിക്കൂറായിരുന്നു. മാർക്ക് 60. നമുക്കിതിൻ്റെ ആൻസർ കീയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം: If a is equal to set x such that x is a natural number, x less than 5, x is greater than 7. ഇങ്ങനെ ഒരു നമ്പർ നാച്ചുറൽ നമ്പർ ഇല്ല. 5-ൽ കുറവായിരിക്കണം, 7-ൽ കൂടുതലായിരിക്കണം. അപ്പോൾ നൾ സെറ്റാണ് ആൻസർ. അതിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് 0. Second question: The set builder form of 6-12, that is open interval 6-12, is x such that x belongs to R 6 less than x less than 12. B ആണ് ആൻസർ. മൂന്നാമത്തെ ചോദ്യം, അതായത് ഒന്നാമത്തേൻ്റെ 3. If A and B are two set such that A subset of B, then A union B is B. രണ്ടാമത്തെ ചോദ്യം, ഇത് ടെക്സ്റ്റിൽ നിന്ന് നേരിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. In a survey of 600 students in a school, 150 students were found to be taking tea. ടീ ഇഷ്ടമുള്ള 150 കുട്ടികളുണ്ട് ആകെയുള്ള 600 പേരിൽ. ആൻഡ് 225 സ്റ്റുഡൻസ് were taking coffee. കോഫി ഇഷ്ടമുള്ളത് 225. 100 were taking both tea and coffee. രണ്ടും ഇഷ്ടമുള്ളത് 100 പേർ. ഫൈൻഡ് ഹൗ മെനി സ്റ്റുഡൻസ് were taking neither tea nor coffee. ചായയോ കാപ്പിയോ ഇഷ്ടമില്ലാത്ത എത്ര പേരുണ്ടെന്നാണ് ചോദ്യം. ഇവിടെ n of u 600, n of t 150, n of c 225, n of c intersection t 100. n of c union t is equal to n of c plus n of t minus n of c intersection t. അപ്പോൾ 275 എന്ന് കിട്ടും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് രണ്ടും ഇഷ്ടമില്ലാത്തതാണ്. അപ്പോൾ n of c intersection t complement is equal to n of u minus n of c union t. 600 മൈനസ് 275 325. മൂന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ദ പ്രിൻസിപ്പൽ ആൻഡ് ജനറൽ സൊല്യൂഷൻ ഓഫ് കൊസീക് എക്സ് ഇസ് ഈക്വൽ ടു -2. ട്രിഗ്നോമെട്രിയിൽ നിന്ന് വന്നതാണ്. ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസ് എന്ന ഭാഗത്ത് നിന്നാണ്. കൊസീക് എക്സ് ഇസ് ഈക്വൽ ടു -2. കൊസീക് π/6 ആണ് 2. അപ്പോൾ കൊസീക് π പ്ലസ് π/2 π/6 ഇസ് ഈക്വൽ ടു കൊസീക് 7π/6 -2 ആകും. അതുപോലെ കൊസീക് 2π minus π/6 is equal to cosec 11π/6. 12π minus π, അതാണ് 11π/6, അതും -2. അപ്പോൾ 2 ആൻസേഴ്സ് ഉണ്ട്. അത് രണ്ടും പ്രിൻസിപ്പൽ സൊല്യൂഷനാണ്. 7π/6ഉം 11π/6ഉം. അതുപോലെ തന്നെ ജനറൽ സൊല്യൂഷൻ x is equal to nπ plus -1 raised to n 7π/6. നാലാമത്തെ ചോദ്യത്തിൻ്റെ സെക്കൻഡ് പാർട്ട്, ഫൈൻഡ് ദ സം ഓഫ് ഇൻഫിനിറ്റ് ടേംസ് ഓഫ് GP -3/4, 3/16, -3/64, etc. ഇതിൻ്റെ ആൻസർ Sn is equal to a/1 minus r എന്ന ഇക്വേഷനിൽ ഇട്ടാൽ പെട്ടെന്ന് കിട്ടും. ഇത് സം ഓഫ് ഇൻഫിനിറ്റ് സീരീസ് ആണ്. ടെക്സ്റ്റിൻ്റെ ബാക്ക് സൈഡിൽ കിടക്കുന്ന സപ്ലിമെൻ്ററി മെറ്റീരിയലുള്ള ഒരു ചോദ്യമാണിത്. a എന്നാൽ -3/4, r എന്നത് -1/4 ആണ്. അപ്പോൾ -3/4 divided by 1 minus -1/4. ആൻസർ -3/4 divided by 1 plus 1/4. ആൻസർ കിട്ടുക -3/5. Question number 5. Find the sum of n terms of the sequence 7 plus 77 plus 777 plus etc. ഇത് നമുക്കറിയാം. 6 സ്റ്റെപ്പുകളാണ് ഇതിനുള്ളത്. ആദ്യത്തെ സ്റ്റെപ്പ് തന്ന ചോദ്യം അതുപോലെ എഴുതി. രണ്ടാമത് 7 വെളിയിലെടുത്തു. അടുത്ത സ്റ്റെപ്പ് 9 ഡിവൈഡ് ചെയ്തു. 9 മൾട്ടിപ്ലൈ ചെയ്യുന്നു. 9 എന്നത് 10 - 1, 99 എന്നത് 100 - 1, 999 എന്നത് 1000 - 1 പ്ലസ് എക്സെട്ര n ടേംസ് എന്ന് എഴുതി. 10ൻ്റെ മൾട്ടിപ്പിൾസ് എല്ലാം അടുപ്പിച്ചെഴുതി. എക്സെട്ര n ടേംസ് -1, 2, 3 അങ്ങനെ n ഒന്നുകളുള്ളത് കൊണ്ട് n.
ഇത് ഒരു ജി പി ആണ്. ഇതിൻ്റെ സം ഓഫ് n ടേംസ് a ഇൻറ്റു r റേസ് ടു n മൈനസ് 1 ബൈ r മൈനസ് 1. അപ്പോൾ 10 ഇൻറ്റു 10 റേസ് ടു n മൈനസ് 1 ബൈ 10 മൈനസ് 1, അതാണ് 9 കിട്ടിയത് ഇവിടെ, മൈനസ് n. ആറാമത്തെ ചോദ്യം, കൺസിഡർ ദ ഫോളോവിങ് ഫിഗർ. ഇവിടെ പി എസ് ക്യു ആർ ഇവ നമുക്ക് കണ്ടുപിടിക്കാം. ഈ എക്സ് ആക്സിസിൻ്റെ നീളം തന്നിരിക്കുന്നത് 3, വൈ 4, ഇസഡ് 5 ആണ്. അപ്പോൾ ഈ ക്യൂബോയിഡിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ എക്സ് ആക്സിസിലെ നീളം 3. ഇത് എക്സ് വൈ പ്ലെയിനിലുള്ളൊരു പോയിൻ്റാണ് ആർ. അപ്പോൾ എക്സ് വൈ പ്ലെയിനിലാകുമ്പോൾ ആർ എന്ന് പറഞ്ഞാൽ ഈ എക്സ് ഉണ്ട്, വൈയും ഉണ്ട്, ഇസഡ് ഇല്ല. ഈ രീതിയിൽ ഈ 4 പോയിൻറ്റുകളും നമുക്ക് കണ്ടെത്താം. അപ്പോൾ ഇങ്ങനെ കിട്ടും: പി 345, ക്യു 040, എസ് 045, ആർ 340. ചോദ്യം പി ക്യു എന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ്. 2 രീതിയിൽ ഇത് ചെയ്യാം. ഈ നീളം 3ഉം മേളിലോട്ടുള്ള നീളം 5ഉം ആയതുകൊണ്ട് പൈതഗോറസ് തിയറം ഉപയോഗിച്ച് പി ക്യു കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ പി ക്യു എന്ന പോയിന്റുകൾ കണ്ടുപിടിച്ച് ഡിസ്റ്റൻസ് ഫോമുല ഉപയോഗിച്ചും ഇത് ചെയ്യാം. ഡിസ്റ്റൻസ് ഫോമുല ഉപയോഗിച്ച് ചെയ്യുമ്പോൾ √34 എന്ന് കിട്ടും. ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദി പോയിന്റ് വിച്ച് ഡിവൈഡ്സ് ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് ദ പോയിന്റ്സ് പി ആൻഡ് ക്യു ഇന്റേണലി ഇൻ ദ റേഷ്യോ 2:3. ഇവിടെ ആൻസർ കിട്ടുക സെക്ഷൻ ഫോമുല ഉപയോഗിച്ച് ഇത് ചെയ്യുമ്പോൾ ഈ പോയിന്റ് കിട്ടും. റേഷ്യോ 2:3 തന്നിട്ടുണ്ട്. പോയിന്റ് ഇതാണ് 9/5, 20/5, 15/5. ഏഴാമത്തെ ചോദ്യം നമുക്ക് പരിചയമുള്ള ചോദ്യമാണ്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് ഫ്രം ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലിമിറ്റ് h ടെൻഡ് ടു 0 കോസ് എക്സ് പ്ലസ് h മൈനസ് കോസ് എക്സ് ബൈ h എന്ന് കിട്ടും. ഇവിടെ സി ഡി ഫോമുല അപ്ലൈ ചെയ്യുമ്പോൾ -2 സൈൻ സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു സൈൻ സി മൈനസ് ഡി ബൈ 2 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുക മൈനസ് സൈൻ എക്സ്. എട്ടാമത്തെ ചോദ്യം, ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര എക്സ് റേസ് ടു 50 അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 ഈസ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുക 1 പ്ലസ് എക്സ് സ്ക്വയർ, എക്സിൻ്റെത് 1, എക്സ് സ്ക്വയറിൻ്റെത് 2x, എക്സ് ക്യൂബിൻ്റെ 3x², 50 എക്സ് റേസ് ടു 50യുടേത് 50 എക്സ് റേസ് ടു 49. 1 എന്നത് എക്സിന് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ 1 + 2 + 3 + എക്സെട്ര 50 എന്ന് കിട്ടും. അപ്പോൾ 1 തൊട്ട് 50 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം 50 × 51/2, അതായത് 1275. ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം, ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 എഫ് ഓഫ് എക്സ് ഇഫ് ഇറ്റ് എക്സിസ്റ്റ് where f of x is equal to modulus x by x, x not equal to 0, 0 if x is equal to 0. ഇതിൻ്റെ ആൻസർ f of x is equal to x by x is equal to 1 if x is greater than 0, f of x is equal to minus x by x is equal to -1 if x is less than 0. f of x is equal to 0 അതിന് if x is equal to 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 മൈനസും ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സും ചെയ്യുന്നു. ഇത് രണ്ടും ചെയ്യുമ്പോൾ 2 ആൻസേഴ്സാണ് കിട്ടുന്നത്, -1ഉം 1ഉം. ഇത് രണ്ടും തുല്യമല്ലാത്തതിനാൽ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സ്. ക്വസ്റ്റ്യൻ നമ്പർ 9 മാച്ച് ദ ഫോളോവിങ് ആയിരുന്നു. ഇത് ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ്, എക്സ് ക്യൂബ്. ബി എന്ന ഫിഗർ മാച്ച് ചെയ്യുന്നത് 4ാമത്തതിനാണ്. അതുപോലെ തന്നെ സി സെയിം 3ക്ക് തന്നെ. ഡി എന്നത് 1ാമത്തതിന് മാച്ച് ചെയ്തിരിക്കുന്നു. അതായത് ആൻസേഴ്സ് നോക്കുക. ആൻസേഴ്സ് A2, B4, C3, D1. 10ാമത്തെ ചോദ്യം മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ നിന്നുള്ളായിരുന്നു. ഫോർ എ വെരി പോസിറ്റീവ് ഇൻറ്റിജർ n, പ്രൂവ് ദാറ്റ് 7 raised to n minus 3 raised to n is divisible by 4 using principle of mathematical induction. P of n is equal to 7 raised to n minus 3 raised to n is divisible by 4. When n is equal to 1 എന്ന് കൊടുക്കുമ്പോൾ P of 1 is equal to 7 raised to 1 minus 3 raised to 1 equal to 4 is divisible by 4. Therefore P of 1 is true. n is equal to k എന്ന് കൊടുക്കുമ്പോൾ P of k, that is 7 raised to k minus 3 raised to k is divisible by 4. അതിനെ നമുക്ക് 4m എന്ന് വിളിക്കാം. When n is equal to k plus 1, അപ്പോൾ P of k plus 1 is equal to 7 raised to k plus 1 minus 3 raised to k plus 1. ഇത്
സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 7 റേസ് ടു കെ ഇൻറ്റു 7 മൈനസ് 3 റേസ് ടു കെ ഇൻറ്റു 3 ഇത് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുക 4ൻ്റെ ഒരു മൾട്ടിപ്പിളാണ്, അതായത് ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 4. സോ hence by principle of mathematical induction it is true for all natural numbers n. 11ാമത്തെ ചോദ്യം, മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ z is equal to 2 and argument z is pi by 3. Write the complex number in the form a plus ib. ഇത് ആദ്യം ചെയ്യേണ്ടത് r is equal to 2 എന്നും ആർഗ്യുമെൻറ്റ് z തീറ്റ പൈ ബൈ 3 എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ പോളാർ ഫോമിലോട്ട് ആദ്യം എഴുതണം. z is equal to r ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. അതിൽ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ 1 പ്ലസ് √3i എന്ന് കിട്ടും. ഇതാണ് എ പ്ലസ് ഐ ബി ഫോം. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കാണാൻ ക്വസ്റ്റ്യനിലുണ്ടായിരുന്നു. സ്ക്വയർ റൂട്ട് കാണാൻ റൂട്ട് ഓഫ് 1 പ്ലസ് ഐ √3 is equal to x പ്ലസ് ഐ വൈ. അതിൻ്റെ സ്ക്വയർ ചെയ്ത് കഴിയുമ്പോൾ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുമ്പോൾ ഈ രീതിയിൽ കിട്ടും. 1 പ്ലസ് ഐ √3 is equal to x പ്ലസ് ഐ വൈ ദ ഹോൾ സ്ക്വയർ. അത് ഓപ്പൺ ചെയ്യുന്നു. അവിടെ നിന്ന് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും സെപ്പറേറ്റ് എഴുതി ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ is equal to ദ ഹോൾ സ്ക്വയർ is equal to 4 എന്ന് കിട്ടും. അവിടെ നിന്ന് x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഓർ മൈനസ് 2 എന്നും x പ്ലസ് ഓർ മൈനസ് √3 by 2 y റൂട്ട് ഓഫ് പ്ലസ് ഓർ മൈനസ് 1 by 2 എന്നും കിട്ടും. ഇവിടെ നിന്ന് ഇതിൻ്റെ ആൻസർ √3 by 2 റൂട്ട് ഓഫ് 3 by 2 മൈനസ് ഐ റൂട്ട് 1 by 2 ഓർ മൈനസ് റൂട്ട് ഓഫ് 3 by 2 പ്ലസ് ഐ റൂട്ട് 1 by 2 എന്ന് കിട്ടും. 12ാമത്തെ ചോദ്യം ഇന്നീക്വാളിറ്റിയിൽ നിന്നുള്ള ചോദ്യമായിരുന്നു. സോൾവ് ദ ഗ്രാഫ് 2x plus y greater than or equal to 4, x plus y less than or equal to 3, 2x minus 3y less than or equal to 6, x is greater than or equal to 0, y is greater than or equal to 0. ഇത് ഗ്രാഫ് വരയ്ക്കാനുള്ള ഈ ചോദ്യം എളുപ്പമായിരുന്നു എന്ന് കരുതുന്നു. ഫിഗർ ഈ രീതിയിലാണ് കിട്ടുക. 13ാമത്തെ ചോദ്യം ബൈനോമിയൽ തിയറം എന്ന ചാപ്റ്ററിൽ നിന്നായിരുന്നു. എക്സ്പാൻഡ് x പ്ലസ് 1 ബൈ എക്സ് ഓൾ റേസ് ടു 6. രണ്ടാമത്തെ ചോദ്യം ഫൈൻഡ് ദ മിഡിൽ ടേം ഓഫ് ദി എക്സ്പാൻഷൻ x ബൈ 3 പ്ലസ് y 9y ഹോൾ റേസ് ടു 10. ഇത് 4 മാർക്കിൻ്റെ ചോദ്യം 2 വെച്ച്. x പ്ലസ് 1 ബൈ എക്സ് ദ ഹോൾ റേസ് ടു 6 അത് ചെയ്ത് കഴിയുമ്പോൾ ആൻസർ കിട്ടുക x റേസ് ടു 6 പ്ലസ് 6x റേസ് ടു 4 പ്ലസ് 15x സ്ക്വയർ പ്ലസ് 20 plus 15 by x square plus 6 by x raised to 4 plus 1 by x raised to 6. മിഡിൽ ടേം എന്ന് പറയുന്നത് T6 ആണ്. അപ്പോൾ r plus 1 is equal to T6 എന്നും r is equal to 5 എന്ന് കിട്ടും. ഇത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ മിഡിൽ ടേം 61,236 x raised to 5 y raised to 5 എന്ന് കിട്ടും. 14ാമത്തെ ചോദ്യം കോണിക് സെക്ഷനിൽ നിന്നുള്ളതാണ്. അതിലെ സർക്കിൾ എന്ന് പറയുന്ന ഭാഗത്തെ ഒരു ചോദ്യമായിരുന്നു. ലെറ്റ് A12 ബി എ ഫിക്സഡ് പോയിന്റ്. എ എന്ന് പറയുന്ന ഒരു ഫിക്സഡ് പോയിന്റ് ആണ്. ആൻഡ് പി ബി എ വേരിയബിൾ പോയിന്റ് ഇൻ ദ സെയിം പ്ലെയിൻ. ഈ പ്ലെയിനിലെ ഒരു വേരിയബിൾ പോയിന്റ് ആണ് പി. മൂവ്സ് ഇൻ ദ പ്ലെയിൻ സച്ച് എ വേ ദാറ്റ് ദ ഡിസ്റ്റൻസ് ഫ്രം എ ഈസ് ഓൾവേസ് കോൺസ്റ്റൻറ്റ്. ഡിസ്റ്റൻസ് എയിൽ നിന്ന് പിയിലോട്ട് കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുമ്പോൾ അത് റേഡിയസ് ആയി. സപ്പോസ് പി ഈസ് അറ്റ് എ പോയിന്റ് 3,5. ഇത് 3,5 എന്ന് പറയുന്ന പോയിന്റിലെത്തുമ്പോൾ ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി പാത്ത് ട്രേസ്ഡ് പി. ഈ പാത്തിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഡിസ്റ്റൻസ് റേഡിയസ് ആണ്. അപ്പോൾ റേഡിയസ് കിട്ടും √13. അതുപോലെ സെൻറ്റർ 1, 2 എന്ന് തന്നിട്ടുണ്ട്. ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ x മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു r സ്ക്വയർ. ഇതിലിട്ട് കഴിയുമ്പോൾ ആൻസർ കിട്ടുക x സ്ക്വയർ പ്ലസ് y സ്ക്വയർ മൈനസ് 2x മൈനസ് 4y മൈനസ് 8 ഇസ് ഈക്വൽ ടു 0. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് കൺസിഡർ ദ ഫോളോവിങ് എലിപ്സ്. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദി എലിപ്സ്, ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ഫോക്കൈ. ഈ എലിപ്സ് തന്നിരിക്കുന്ന y ആക്സിലാണ് കിടക്കുന്നത് ഇങ്ങനെ. അപ്പോൾ മേജർ ആക്സിസ് y ആയതിനാൽ x സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് y സ്ക്വയർ ബൈ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. അതായത് ഏതാണോ വലുതുള്ളത് അത് നമ്മൾ a എന്നെടുക്കുന്നു. അപ്പോൾ a ഇവിടെ 3 സ്ക്വയർ 9 എന്ന് കിട്ടും. അപ്പോൾ x സ്ക്വയർ ബൈ 4 പ്ലസ് y സ്ക്വയർ ബൈ 9 ഇസ് ഈക്വൽ ടു 1. അതുപോലെ ഫോക്കൈ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് c. അപ്പോൾ √5 എന്ന് കിട്ടും. ഫോക്കൈ 0 പ്ലസ് ഓർ മൈനസ് c, അതായത് 0 പ്ലസ് ഓർ മൈനസ് √5. 15ാമത്തെ ചോദ്യം മാത്തമാറ്റിക്കൽ റീസണിങ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആയിരുന്നു. Write the contrapositive of this statement. If a number is divisible by 9, then it is divisible by 3.
ഇതിൻ്റെ കോൺട്രാപോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. ഇഫ് എ നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3 ദെൻ ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 9. അതുപോലെ രണ്ടാമത്തത് 3 മാർക്കിൻ്റെ ചോദ്യം √5 ഇറാഷണൽ ആണെന്ന് കോൺട്രഡിക്ഷൻ മെത്തേഡിൽ പ്രൂവ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. അസ്യൂം √5 ഈസ് റാഷണൽ, അവിടുന്ന് p/q എന്ന് എഴുതി സ്ക്വയർ ചെയ്ത് കഴിയുമ്പോൾ p² ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5 എന്നും p ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5 എന്ന് കിട്ടും. അവിടെ നിന്ന് q² ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5, അതുകൊണ്ട് p ആൻഡ് q ഹാവ് എ കോമൺ ഫാക്ടർ 5. therefore our assumption is wrong, so √5 ഈസ് ഇറാഷണൽ എന്ന് പ്രൂവ് ചെയ്യാം. 16ാമത്തെ ചോദ്യം പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചോദ്യം. ഈസ് ഇ ആൻഡ് എഫ് ആർ ടു ഈവൻ സച്ച് ദാറ്റ് പി ഓഫ് ഇ 1/4, പി ഓഫ് എഫ് 1/2, പി ഓഫ് ഇ ആൻഡ് എഫ് 1/8. ഫൈൻഡ് പി ഓഫ് ഇ ഓർ എഫ്. സെക്കൻഡ് പി ഓഫ് നോട്ട് ഇ ആൻഡ് നോട്ട് എഫ്. അതിൻ്റെ ആൻസർ കിട്ടുക ആദ്യത്തത് 5/8ഉം രണ്ടാമത്തത് 3/8ഉമാണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ട്, എ കമ്മിറ്റി ഓഫ് 2 persons ഈസ് സെലക്റ്റഡ് ഫ്രം 2 men and 2 women. What is the probability that the committee will have 1 man? Second question, 2 men. ഇതിൽ number of men 2, number of women 2, for total 4. Probability of 1 man 2c1 into 2c1 by 4c2. അപ്പോൾ കിട്ടുക 2/3. Probability of 2 men is equal to 2c2 by 4c2, അപ്പോൾ 1/3. ക്വസ്റ്റ്യൻ നമ്പർ 17 തൊട്ട് 20 വരെ 6 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇത് 3 മാർക്കിൻ്റെ 2, 2, 2 അങ്ങനെ 3 ക്വസ്റ്റ്യൻസ് 2 മാർക്കിൻ്റെത്. ട്രിഗ്നോമെട്രിയിലെ ചോദ്യം, ഇഫ് tan x is equal to -5/12, x lies in second quadrant, find all trigonometric functions. ഇവിടെ ടാൻ എന്നത് തന്നിട്ടുണ്ട്. ടാൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. അപ്പോൾ നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരച്ച് ഓപ്പോസിറ്റും അഡ്ജസൻറ്റും മാർക്ക് ചെയ്തു. അതിൻ്റെ പൈതഗോറസ് തിയറം വെച്ച് ഇത് 13 കിട്ടി ഹൈപ്പോട്ടന്യൂസ്. സൈൻ എന്നാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, കോസ് അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ടാൻ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഇതിൻ്റെ റെസിപ്രോക്കലുകളാണ് കൊസീക്ക്, സീക്ക്, കോട്ട്. അതിനുശേഷം ഇത് ഏത് ക്വാഡ്രൻറ്റിലാണെന്ന് നോക്കി. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ നോക്കിയപ്പോൾ സൈനും കൊസീക്കും പോസിറ്റീവ്, ബാക്കിയെല്ലാം നെഗറ്റീവ്. ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൈനും കൊസീക്കും മാത്രം പോസിറ്റീവ്, ബാക്കിയെല്ലാം നെഗറ്റീവ്. അടുത്തത്, വിത്തൗട്ട് യൂസിങ് ട്രയാങ്കിൾ ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ബൈ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഇഫ് ടാൻ എക്സ് ഈസ് 3/4. ടാൻ എക്സ് 3/4 എന്ന് തന്നിട്ടുണ്ട്. ഇതിൻ്റെ വില കാണണം. ഇതിനെ മുഴുവൻ കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എല്ലായിടത്തും കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ ടാൻ എക്സ് പ്ലസ് 1/ടാൻ എക്സ് മൈനസ് 1 എന്ന് കിട്ടും. ടാൻ എക്സ് 3/4 എന്ന് തന്നിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ കിട്ടുക -7. അതിൻ്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സി ഡി ഫോർമുല യൂസ് ചെയ്ത് ചെയ്യാനുള്ളതാണ്. സൈൻ 5x പ്ലസ് സൈൻ 3x ബൈ കോസ് 5x പ്ലസ് കോസ് 3x, സൈൻ സി പ്ലസ് സൈൻ ഡി ബൈ കോസ് സി പ്ലസ് കോസ് ഡി. ഇത് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുക ടാൻ 4x. ചോദ്യം, ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് 8 letter arrangement. Find the number of different 8-letter arrangement that can be made from the letters of the word daughter so that all vowels are occur together. ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് 8 factorial, അത് കിട്ടുക 40,320 ആണ്. ഓൾ വവൽസ് ആർ ഒക്കർ ടുഗദർ, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അത് 6 factorial 720. രണ്ടാമത്തെ ഭാഗം ഇതാണ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് വേസ് ചൂസിങ് 4 cards ഫ്രം ദ പാക്ക് 52 പ്ലേയിങ് കാർഡ്സ്. ഹൗ മെനി ഓഫ് ദീസ്? അതിൽ 3 ചോദ്യങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ 3 ചോദ്യങ്ങളുടെയും ആൻസേഴ്സ് നോക്കാം. ആകെ 52 കാർഡുകളാണുള്ളത്. അതിൽ 4 കാർഡുകളാണ് എടുക്കേണ്ടത്. അപ്പോൾ 52 factorial ബൈ 48 factorial ഇൻറ്റു 4 factorial, ആൻസർ 2,70,725. ഇനി എ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. 4 cards ആർ ഓഫ് ദി സെയിം സ്യൂട്ട്. 4 കാർഡുകൾ ഓരോന്നിൽ നിന്ന് വേണം. അപ്പോൾ 13c4 പ്ലസ് 13c4 പ്ലസ് 13c4 പ്ലസ് 13c4, ആൻസർ 4 ഇൻറ്റു 13c4 2860. ബി ക്വസ്റ്റ്യൻ, 4 cards belongs to different suit. That is 13c1 into 13c1 into 13c1 into 13c1. Answer 13^4, 28,561. Last 2 are red cards and 2 are black cards.
അതിൻ്റെ ആൻസർ 26E2 ഇൻറ്റു 26E2 ആൻസർ കിട്ടുന്നത് 1,05,625. മൂന്നാമത്തെ ചോദ്യം എ ബി എന്നീ രണ്ട് പോയിന്റുകൾ തന്നിട്ടുണ്ട് 2, 3, 4, 1. അപ്പോൾ ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദി ലൈൻ പാസിംഗ് ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് എ ബി. ഈ മിഡ് പോയിന്റ്, ഇതിൻ്റെ മിഡ് പോയിന്റ് ഇവിടെ വരും. ആ മിഡ് പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈൻ്റെ ഇക്വേഷൻ എഴുതാനാണ് ചോദ്യം. അപ്പോൾ മിഡ് പോയിന്റ് ആദ്യം കണ്ടുപിടിക്കണം. മിഡ് പോയിന്റ് കിട്ടുന്നത് 3, 2. അതുപോലെ സ്ലോപ്പ്, ഈ ലൈൻ്റെ സ്ലോപ്പ് കാണാൻ y2 - y1 / x2 - x1 ആൻസർ കിട്ടുക -1. ഇത് രണ്ടും ഉപയോഗിച്ച് നമുക്ക് ആ ലൈൻ്റെ ഇക്വേഷൻ എഴുതാം. y = x - 1. അതിനെ വേണമെങ്കിൽ x - 1 = 1 എന്നും. അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇതാണ്. ഫൈൻഡ് പോയിന്റ് സി ഓൺ എക്സ് ആക്സിസ് വിച്ച് ഈസ് ഈക്വി ഡിസ്റ്റൻസ് ഫ്രം എ ആൻഡ് ബി. എയിലും ബിയിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റ് കണ്ടുപിടിക്കണം എക്സ് ആക്സിസിൽ. അപ്പോൾ എക്സ് ആക്സിലാകുമ്പോൾ അവിടെ y 0 ആണ്. yക്ക് 0 എന്ന് കൊടുത്തു കഴിയുമ്പോൾ ഈ x - 1 = 0 എന്നും x = 1 എന്നും കിട്ടും. അതായത് പോയിന്റ് 1, 0. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. അപ്പോൾ ഹാഫ് ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി, ഹാഫ് ഇൻറ്റു 1 × 1 - 3 പ്ലസ് 4 × 3 - 0 പ്ലസ് 2 × 0 - 1. ഇത് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുക 4 യൂണിറ്റ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ 4 യൂണിറ്റ്. ലാസ്റ്റ് 20ാമത്തെ ക്വസ്റ്റ്യൻ. 20ാമത്തെ ചോദ്യം, ഫ്രം ദ ഫോളോവിങ് ടേബിൾ ഫൈൻഡ് മീൻ, വേരിയൻസ് ആൻഡ് കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. സാധാരണ ചോദിക്കുക സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഇവിടെ കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ആണ് വന്നത്. ആൻസർ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 20യുടെ ആൻസർ ഇങ്ങനെയാണ്. ഈ ടേബിൾ നോക്കുക. അതിൽ ടോട്ടൽ ലാസ്റ്റ് 105, N50 കിട്ടും, FI YI -15 കിട്ടും. ഇവിടെ നിന്ന് മെയിൻ കണ്ടുപിടിക്കുന്നത് x bar = A + സിഗ്മ FI YI / N അല്ലെങ്കിൽ 50 × H. ഈ ഇക്വേഷൻ ഇട്ട് കഴിയുമ്പോൾ 62 എന്ന് മീൻ കിട്ടും. അതുപോലെ വേരിയൻസ് കാണുന്നു. വേരിയൻസ് കിട്ടുന്നത് 201 ആണ്. അതിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ √201 അഥവാ 14.18 എന്ന് കിട്ടും. കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കാണാനാണ് ചോദ്യം. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ = സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടിയ ആൻസർ ബൈ x bar മീൻ ഇൻറ്റു 100. അപ്പോൾ കിട്ടുന്നത് 22.87. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.